രണ്ടാം പിണറായി സർക്കാർ ഇന്ന് 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. വികസന നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധവും പ്രചാരണമാക്കിയാണ് LDF സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ഇത്തവണ വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന പ്രതിപക്ഷ നിലപാടും വിലയിരുത്തലാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണവുമാണ് ഈ വാർഷികത്തിൽ സജീവ ചർച്ചാ വിഷയം. ചരിത്രം തിരുത്തിയെഴുതി തുടർഭരണം നേടിയ രണ്ടാം പിണറായി സർക്കാരിന് ഇന്ന് 3 വയസ്സ് തികയുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ദേശീയപാത നിർമ്മാണവും ഗെയിൽ പൈപ്പ് ലൈനും തുടങ്ങി വികസന നേട്ടങ്ങളിൽ LDF സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഏറെ. ഈ വർഷം കമ്മീഷൻ ചെയ്യുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് സർക്കാരിന്റെ വികസന രേഖയിൽ ഒന്നാമത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ ഒരു വർഷമാണ് ഇപ്പോൾ കഴിയുന്നത്. ഭക്ഷ്യക്കിറ്റിന്റെയും കോവിഡ് സൗജന്യങ്ങളുടെയും ഊർജ്ജത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിയതും പദ്ധതികളും ക്ഷേമ പെൻഷനും മുടങ്ങിയതും സർക്കാരിനെ പിന്നോട്ടടിച്ചു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം തുടർന്നാൽ ഈ വർഷവും പ്രതിസന്ധിയുണ്ടാകുമെന്ന് സർക്കാർ സമ്മതിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നാണ് പ്രതിപക്ഷ നിലപാട്. തുടർഭരണത്തിന്റെ അഹങ്കാരം സർക്കാരിനെ ആകെ ബാധിച്ചുവെന്നാണ് വിമർശനം. അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ എടുത്തു പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരം വോട്ടർമാരുടെ ഇടയിൽ നിലനിന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ രണ്ട് ഘടകങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സൃഷ്ടിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രി പോലും സമ്മതിക്കുന്നില്ല. BJPക്കെതിരെയുള്ള ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത്. രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമെന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് BJPക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റം എല്ലായിടങ്ങളിലും ഉയർന്നു വരികയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ വാർഷിക പരിപാടികളില്ല. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്കൊപ്പം സെക്രട്ടേറിയറ്റിൽ കേക്ക് മുറിച്ച് വാർഷികം ആഘോഷിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്ന് വാദിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ 4ാം വർഷത്തെ പ്രവർത്തനത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.